ഇന്ന് യൂബർ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ട്രിപ്പ് എന്ന് എടുത്തിട്ടുള്ളൂ. ആ ട്രിപ്പ് കാണിച്ച ഒരു എയർപോർട്ട് 21-27 19 മൈല് പോയി. പ്രമോഷൻ $1. അതെങ്ങനെയാണെന്നറിയില്ല. റീഫണ്ട് 2.25. അത് ടോളിൻ്റെ മൊത്തം 23.52 ആണ് ഇന്നത്തെ ആകെ യൂബറിൻ്റെ ഇത്. വേറെ കുറേ ട്രിപ്പുകൾ വന്നായിരുന്നു, പക്ഷെ ഞാൻ അത് എടുത്തില്ല. ലിഫ്റ്റ് ഓൺലൈനിലുണ്ട്. ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് 3:17 2 മൈല് പോകാനായിട്ട്. ഇതിനാണെങ്കിൽ റേറ്റിംഗ് കുറവാണ്, 4.7 ഉള്ളൂ. അത് ഇപ്പം ഞാനിവിടെ ഒരു പാർക്കിംഗ് ലോട്ടിലാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ നല്ല റൈഡുകൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഇതിവിടെ ഇങ്ങനെ എയർപോർട്ടിൻ്റെ കാറ് റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലവും പിന്നെ പാർക്കിംഗ് ഗരേജും ഒക്കെയാണ്. പിന്നെ ഇവിടെ ബസ്സൊക്കെ വന്ന് നിർത്തുന്നുണ്ട്. ഇവിടെ വീഡിയോയിൽ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. അവിടെ ഒരു ബസ്സൊക്കെ നിർത്തുന്ന സ്ഥലമുണ്ട്. ലോക്കൽ ബസ്സുകളുണ്ട്, പിന്നെ വേറെ സ്റ്റേറ്റുകളിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട്. ഇതിന് പറയുന്നത് ഒഹേർ MMF എന്നാണ്, പിന്നെ മൾട്ടി മോഡൽ ഫെസിലിറ്റി. എയർപോർട്ടിൽ നിന്ന് വരുന്ന ട്രെയിന് കെട്ടിടത്തിൻ്റെ ഏകദേശം ഇവിടെ വന്ന് നിർത്തും. അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും നല്ല റൈഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ. ലിഫ്റ്റിലാണെങ്കിൽ ഒഹേറിൻ്റെ എയർപോർട്ടിൻ്റെ പാർക്കിലോട്ടിൽ 131 ഡ്രൈവർമാർ മുതൽ 135 ഡ്രൈവർമാർ വരെ വെയിറ്റിംഗ് ആണ്. ഇത് കഴിയുമ്പോൾ എക്സെല്ല് 91 ഡ്രൈവർമാർ, 91 മുതൽ 95 ഡ്രൈവർമാർ, പിന്നെ 60 മിനിറ്റ് മുതൽ 131 മിനിറ്റ് വരെ വെയിറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് യൂബറിൻ്റെ വെയിറ്റിംഗ് ലോട്ടിൽ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല. ലോട്ട് വെയിറ്റ് എന്നാണ് യൂബറിൽ കാണിക്കുന്നത്. 0 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റിംഗ് ഉണ്ടാവാം. പിന്നെ 126 ഡ്രൈവർമാർ കാറുകൾ വെയിറ്റിംഗ്. പിന്നെ 117 ഫ്ലൈറ്റ് വരുന്നുണ്ട് 9 മണി മുതൽ 10 മണി വരെ. അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. 2 വെയിറ്റിംഗ് ലോട്ടുണ്ട്. 2 വെയിറ്റിംഗ് ലോട്ടിലും കൂടെ കൂടി അവർ പറയുന്നത്. എവാൻസൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു റൈഡ് വന്നതാണ്, പക്ഷേ എനിക്കത് താല്പര്യമില്ല. എവാൻസണിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ല. എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലമല്ല അത്. അങ്ങോട്ട് യൂബറുമായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ തിരക്കും ചെറിയ സ്ട്രീറ്റും അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്ന അത്ര വലിയ ഇഷ്ടമല്ല. എവാൻസൺ നമ്മുടെ ഫേവറേറ്റ് സ്ഥലങ്ങളിൽ പെട്ടതല്ല. ഇതൊരെണ്ണം വന്നിട്ടുണ്ട്. മിൽവാക്കിയിലേക്ക് 73 മൈൽ പോകണം. അത് അക്സെപ്റ്റ് ചെയ്തേക്കാം. കുറച്ച് നേരം യൂബർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിശക്കാൻ തുടങ്ങി. വിശത്ത് കഴിഞ്ഞാൽ ഞാനൊരു മക്ഡൊണാൾഡ്സിൽ ചെന്നിട്ട് ഒരു ക്വാർട്ടർ പൗണ്ടർ ചീസ് നോ പിക്കിള് ഒരെണ്ണം വാങ്ങിച്ചു. ഇത് കഴിച്ചിട്ടാവട്ടെ അടുത്ത പരിപാടി. ആണ് ക്വാർട്ടർ പൗണ്ടർ വിത്ത് ചീസോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ക്വാർട്ടർ പൗണ്ടർ ഇതാണ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം. ഇന്ന് യൂബർ ഓടിച്ചിട്ട് $70 കിട്ടി. അഡ്വാൻറ്റേജ് മോഡ് ഈസ് അറ്റ് റിസ്ക്. ഇംപ്രൂവ് 1 or more ഓഫ് യുവർ സ്റ്റാറ്റ്സ് ടു കീപ് ബാക്സ് ലൈക്ക് മോർ എക്സ്ക്ലൂസീവ് റൈഡ് റിക്വസ്റ്റ് 5% ഏണിങ്സ്. അപ്പോൾ ഇങ്ങനെ ചെക്ക് യുവർ സ്റ്റാറ്റ്സ് നോക്കുക. അഡ്വാൻറ്റേജ് മോഡ് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ക്യാൻസലേഷൻ റേറ്റിൻ്റെ കൂടുതലാണ്. 8% കുറവായിരിക്കണം. എൻ്റെ 10% എത്തി. ബാക്കി വലിയ കുഴപ്പമില്ല. ഡ്രൈവിംഗ് സൈറ്റ് സ്കോറൊക്കെ എന്നാന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, ക്യാൻസലേഷൻ കൂടിപ്പോയി എന്ന് അർത്ഥം. $70 യൂബറിൽ നിന്ന് കിട്ടി. ഓക്കെ, പിന്നെ ഏണിങ്സ് ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ടിപ്പ് കാര്യമായിട്ട് ആപ്പിലൊന്നും വന്നിട്ടില്ല. ഒരാൾ $5 ടിപ്പ് തന്നിട്ടുണ്ട്. അതൊരു ചൈനീസും പോലെ ഏതാണ്ട് ചൈനീസ് പേരൊക്കെ ഉള്ള ഒരാളും ചൈനീസ് മുഖമൊക്കെ ഉള്ള ഒരാളൊരു ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടതാണ്. അപ്പോൾ അയാൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ടിപ്പ് തരാം, ഇട്ടിട്ടുണ്ടെന്നെങ്ങാണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അവൻ താങ്ക്സ് അതിനടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് SMK ബുളവാഡിൽ നിന്ന്
കെവിൻ ലെയ്ൻ, അതും ഒരുത്തനായിരുന്നു അവൻ. അവനും ടിപ്പ് വന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ടിപ്പ് പ്രതീക്ഷിച്ചില്ല. അവനെ കണ്ടിട്ട് ഒരു ഒരു മുസ്ലിമോ അറബിക്കോ അങ്ങനെയാണ്ടൊരു പേരുള്ള ഒരാളെ പോലെ തോന്നിയത്. പുള്ളി ടിപ്പ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇത് ഗാനമേളക്കാരെ കൊണ്ട് പോയതാണ്. XXL ആണത്. അവരുടെ ഗിത്താറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോയത്. 3-4 പേരുണ്ടായിരുന്നു. ഒരാൾ മുമ്പിലുണ്ടായിരുന്നു, പുറകിൽ 3 പേരുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ $1 ടിപ്പ് തന്നുള്ളൂ. ഒരു 5 തരാറുന്നു. കാരണം 4 പേരൊക്കെ അല്ലേ അതിൻ്റെ അകത്ത് പോയത്. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പ്. $2.5 സർജ് ഉണ്ടായിരുന്നു. 21-27 കിട്ടി. 19 മൈലുണ്ടായിരുന്നു. $23.52 ബാലൻസ് ഉണ്ട്. 2.25 ടോളിന് കൊടുക്കണം. ഇതാണ് ആദ്യത്തെ ട്രിപ്പ്. ഇതിൻ്റെ അകത്ത് പറയുവാണെങ്കിൽ ഈ അവസാനത്തെ ആൾ സ്ഥിരമായിട്ട് യൂബർ വിളിക്കാറുള്ള ആളാണ്. ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരിന്നിങ്ങനെ ഒരു ബാറിലേക്ക് പോകണമെന്നും പറഞ്ഞ് റെസ്റ്റോറൻറ്റിലേക്ക് പോകണം, അവിടെ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാമോ ഏതാ ഫുട്ബോൾ കളിയെന്ന്. ഓക്കെ, ഇന്ന് ഫുട്ബോൾ കളി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞ്. എന്നിട്ട് പിന്നെ ബാറിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പം പാർക്കിങ്ങിലോട്ട് നിറച്ച് വണ്ടികളുണ്ടായിരുന്നു. എന്തോ കാര്യമായിട്ടൊരു ഗെയിമുണ്ട്, ഏതോ വലിയൊരു ഗെയിം നടക്കുന്നുണ്ട്, അതിൻ്റെ ഫുട്ബോൾ കളി എന്ന് അവർ പറഞ്ഞ്. എന്തോ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്. 15 സെൻറ്റ് അഡ്വാൻറ്റേജ് മോഡിൽ കിട്ടി. ഇനി അവർ ഈ റൈഡർ സ്ഥിരം ഒരു $2 തരും ടിപ്പ് എപ്പോഴും. ഒരു 3-4 തവണ ഇവരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 316 ആൾ $2 ക്യാഷ് തരും. അത് നല്ലൊരു റൈഡറാണ്. ഇവനൊക്കെ ലേറ്റായിട്ട് വന്നതാണ്. ലിഫ്റ്റിൽ $32 കിട്ടിയുള്ളൂ ഒന്ന്. ഡെയിലി ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ $10 അവസാനത്തെ ട്രിപ്പ് ചെയ്യുന്ന. പിന്നെ ഒരു 3.58 ടിപ്പ് തന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ. ഇതിൻ്റെ സെൻറ്റ് ടാങ്കി പിടിച്ചേക്കാം. പാസഞ്ചർ പേ ചെയ്ത് $23. ഇവരെ ഫാഷൻ ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു മാളിലേക്ക് കൊണ്ടുപോയിട്ടതാണ് അവന്മാരെ. അയാളെ മുമ്പിലും ഉണ്ടായിരുന്നു. പക്ഷെ അവർ $2 ടിപ്പ് തന്നു കേട്ടോ. ഒരു ടിപ്പ് തരുന്നവരായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല അവന്മാരെ കണ്ടിട്ട്. പക്ഷെ എന്നാലും അവർ ടിപ്പ് തന്നു. അത് നല്ലൊരു കാര്യമാണ്. ഇതാണ് ഇന്നത്തെ യൂബർ റൈഡിങ്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് കയറി പോകാൻ പോവുക. തീർന്നു ഇന്നത്തെ പരിപാടി.